മലേഷ്യയിലെ മൂന്നാമത്തെ ദിവസം വൈകിട്ടാണ് ഞങ്ങൾ KL ടവർ കാണാൻ പോകുന്നത്. രാവിലെ പാക്കേജിൽ ഉൾപ്പെട്ട് KL ടവർ പുറത്തുനിന്ന് കണ്ടിരുന്നു. അകത്തേക്ക് കയറി കാണാനാണ് ഞങ്ങൾ ഈ സമയത്ത് വന്നത്. ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്താണ് ഞങ്ങൾ പോയത്. നമ്മുടെ നാട്ടിൽ ഊബർ പോലെയുള്ളൊരു സംവിധാനം. മലേഷ്യയിലെ ടാക്സി യാത്രകൾ വളരെ ലാഭകരമാണ്. പകലത്തെയും രാത്രിയിലെയും കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് ഞങ്ങൾ സമയം തിരഞ്ഞെടുത്തത്. 6 മണിയോടെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. ഒരു ചെറിയ ഫോറസ്റ്റിനകത്താണ് KL ടവർ സ്ഥിതി ചെയ്യുന്നത്. KL ടവറിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിനായി ഞങ്ങൾ പ്രത്യേകം ടിക്കറ്റ് എടുത്തിരുന്നു. ക്ലൂക്ക് എന്ന ആപ്പ് വഴിയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. KL ടവറിനകത്ത് സ്കൈ ഡക്കും ഒബ്സർവേഷൻ ഡക്കും പിന്നെ ഒരു റെസ്റ്റോറൻറ്റും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. സ്കൈ ഡക്കിനും ഒബ്സർവേഷൻ ഡക്കിലേക്കും പ്രത്യേകം ടിക്കറ്റുകൾ എടുക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രമായി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. റെസ്റ്റോറൻറ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞങ്ങൾ സ്കൈ ഡക്കും ഒബ്സർവേഷൻ ഡക്കും കൂടിയാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 2800 രൂപയാണ് ഞങ്ങൾക്ക് വന്നത്. ഞങ്ങൾ 5 ടിക്കറ്റാണ് എടുത്തത്. മലേഷ്യൻ കാഴ്ചകളിൽ ഏറ്റവും എക്സ്പെൻസീവായി തോന്നിയത് ഈ KL ടവറിലേക്കുള്ള ടിക്കറ്റ് ചാർജാണ്. ചില ദിവസങ്ങളിലെ ടിക്കറ്റ് ചാർജ് വ്യത്യാസപ്പെട്ടിരിക്കും. ഞങ്ങൾക്ക് ഏകദേശം 14,000 രൂപയാണ് ചിലവ് വന്നത്. ഇതാണ് KL ടവറിൻ്റെ സ്ട്രക്ചർ. ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനും സ്കൈ ടെറസും റിവോൾവിംഗ് ഡൈനിങ് ഏരിയയും ഒബ്സർവേഷൻ ഡെക്കും എല്ലാം കൂടി ചേർന്നതാണ് ഈ KL ടവർ. KL ടവറിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് നടക്കുന്നത് 1996 ഒക്ടോബർ 1-നാണ്. 421 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ 7ാമത്തെ ഉയരം കൂടിയ ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് KL ടവർ. മലായ് ഭാഷയിൽ മെനാര ക്വാലാലംപൂർ എന്നും അറിയപ്പെടുന്നു. നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ചകൾ നമുക്കിവിടെ കാണാനാകും. ഇത് സ്കൈ ഡക്കിലുള്ള ഒരു ഗ്ലാസ് ബോക്സാണ്. ഇതിൽ കയറാനും പ്രത്യേകമായ ചാർജുണ്ട്. ഞങ്ങൾ 5 പേർക്കും കൂടി 50 റിംഗറ്റാണ് ചാർജ് വന്നത്. അതിൽ കയറി നമുക്ക് ഫോട്ടോ എടുക്കാം. അവർ ഫോട്ടോ എടുത്തു തരും. അവരെടുത്ത ഫോട്ടോയിൽ നിന്ന് 3 എണ്ണമോ 5 എണ്ണമോ നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാം. ആ എടുത്ത ഫോട്ടോസ് എല്ലാം ഒരു ബുക്കാക്കി നമുക്ക് തരും. അതിന് പ്രത്യേകം ചാർജുണ്ട്. ഇതാണ് ആ ഫോട്ടോ ബുക്ക്. സ്കൈ ബോക്സിനകത്ത് നിന്ന് എടുത്ത ഫോട്ടോ അടങ്ങിയ ബുക്ക്. KL ടവറിനെ കുറിച്ചും അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചുമുള്ള വിവരങ്ങളെല്ലാം ഈ ഫോട്ടോ ബുക്കിൽ അടങ്ങിയിട്ടുണ്ട്. മലേഷ്യയിൽ പാക്കേജിൽ വരുന്നവർ ഒഴിവാക്കുന്ന ഒരു കാഴ്ചയാണ് KL ടവറിന് മുകളിൽ നിന്നുകൊണ്ട് ക്വാലാലംപൂർ സിറ്റിയുടെ 360 ഡിഗ്രി കാഴ്ച. ഇത് ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കെട്ടിടമായ മെറഡക്ക് 118 ആണ്. സ്കൈ ഡക്കിന് ചുറ്റും ഓരോ സ്ഥലത്തു നിന്നാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുകയെന്ന് അവിടുത്തെ ഗ്ലാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്കൈ ഡക്ക് കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ ഒബ്സർവേഷൻ ഡക്കിലേക്ക് വന്നു. ഇവിടെ ബൈനോക്കുലർ വെച്ച് ചുറ്റും നിരീക്ഷിക്കാം. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒബ്സർവേഷൻ ഡെസ്കിനകത്ത് കുറച്ച് ഷോപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. KL ടവർ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണല്ലോ. ലോകത്തിലെ പല ടവറുകളുടെയും മാതൃകകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 9 മണിയോടെ ഞങ്ങൾ KL ടവർ കണ്ട് പുറത്തിറങ്ങി. ഈ സമയത്താണ് KL ടവറിലുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. കുറേ നേരം അത് കണ്ട് ഞങ്ങൾ അവിടെ സമയം ചിലവഴിച്ചു. KL ടവറിന് പുറകിലായി പെട്രോണാസ് ട്വിൻ ടവറും പ്രകാശപൂരിതമായി നിൽക്കുന്നത് കാണാം.
സമയമേറെ വൈകി. അതിനുശേഷം ഞങ്ങളൊരു ഗ്രാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി.